ഹലോ മിസ്സിസ് ഫേക്ക് മേഘാനന്ദൻ. പറയുന്നേ, നിനക്ക് എത്രയായി ഇവൻ ഓഫർ ചെയ്ത്? നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഞാൻ മനസ്സിലാവില്ല. നീ എന്നെ തല്ലുന്നോടാ? തല്ലുവല്ലടാ, തുണ്ടം തുണ്ടായിട്ട് അരിയും ഞാൻ. സ്വന്തം നാട്ടിൽ നീ കുറെ കളി കഴിഞ്ഞിട്ട് വന്നതാ. വിദേശത്ത് വന്നിട്ടും നിനക്കൊരു മാറ്റമില്ല അല്ലേ? നിന്നെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ലടാ. പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറുന്നറിയില്ല. മംഗലാപുരത്ത് നിന്ന് കണ്ടം വഴി ഓടിയിട്ട് ഈ നാട്ടിൽ വന്നിട്ടും നിന്റെ വിധി എന്റെ കൈകൊണ്ട് തന്നെ തീരാനായിരിക്കൂടാ. മനസ്സിലായോ? എടാ പ്രവീണേ, നീ ഇപ്പൊ തൊട്ട് കളിക്കുന്നത് ആരെയാണെന്നറിയാലോ? നിന്നെ ദഹിപ്പിച്ച് കളയാൻ ശക്തിയുള്ള മിഥുനെന്ന അഗ്നിപർവ്വതത്തെയാ. എന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അനാവശ്യമായി എന്നെ ഡിസ്റ്റർബ് ചെയ്താ പിന്നെ ഞാൻ എന്നെ അഗ്നിയിൽ നീ ചാമ്പലാകും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. മിഥുൻ, നീ വീണ്ടും തെറ്റ് ചെയ്യുന്നു. എന്റെ ദേഹത്ത് നീ കൈവച്ചത് നിന്റെ കഷ്ടകാല സമയത്താണടാ. ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ പ്രവീൺ മാധവ് ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്നെ വെറുതെ തൊട്ട് കളിച്ചത് എന്തിനാണെന്ന് ജീവിതകാലം മുഴുവൻ ഓർത്ത് നീ ദുഃഖിക്കും മിഥുൻ. ആരെയും ഞാൻ വിടില്ല, പ്രത്യേകിച്ചും ദൈവളെ. ഞാനുള്ളിടത്തോളം ഇവളെ നീ ഒരു ചുക്കും ചെയ്യില്ല. വിവേകേട്ടൻ മേഘനേട്ടത്തിയെ വിളിച്ചോണ്ട് വരാൻ പോയതാ. ഏട്ടത്തി വരുവോ ആവോ? ഏട്ടത്തി വന്നാൽ ഇതിനൊരു പരിഹാരം കിട്ടൂ. സഞ്ജനെ, എന്തുപറ്റി? നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോ നീ എന്താ ഒരു കൊലുക്കും ഇല്ലാതെ വല്ലാത്തൊരു വിഷാദഭാവത്തില്? ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, നമ്മുടെ സഞ്ജന ഒത്തിരി സംസാരിക്കുന്ന പ്രകൃതി അല്ലല്ലോ. അതുമല്ല, കല്യാണക്കാരും കൂടി ആയപ്പോ പാവം എന്റെ മോള് പേടിച്ച് നാണിച്ചിരിക്കുക. സഞ്ജനെ, നാണമൊക്കെ വേണം, അതൊന്നും സാരമില്ല. പക്ഷെ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയോ? ചേച്ചി, രാജേശ്വരിയൊക്കെ വന്നു തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. നമസ്കാരം. നമസ്കാരം. ഇരുന്നട്ടെ. സുഖാണോ രാജേശ്വരി? പരമസുഖം. വിവേക്, എന്തൊക്കെയുണ്ട്? വിവേകേട്ട, ഏട്ടത്തിയെ കണ്ടായിരുന്നോ? എന്തു പറഞ്ഞു? വരൂ ഏട്ടത്തി. ഏട്ടത്തി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതെന്താ? അവിടേക്ക് പോയില്ല ഏട്ടൻ? പിന്നെന്താ കാണാൻ പറ്റാഞ്ഞ്? ഈ കുടുംബത്തിനോടും ഇവിടെയുള്ള മനുഷ്യരോടും
ചാരുവിന് നല്ല ദേഷ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവളെ ഏട്ടത്തിയെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയ്യോ, പിന്നിപ്പോ എന്താ ഏട്ടാ ചെയ്യാ? ഇത്ര നേരം ഏട്ടത്തി വരും, എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുമെന്ന് കരുതി. ഇപ്പൊ മേഘനേട്ടത്തി വരുന്നില്ലെങ്കിൽ അവരെല്ലാം തീരുമാനിച്ചു കളയും. അങ്ങനെ വല്ലതും നടന്ന പിന്നെ എനിക്ക് വേറെ നിർവാഹം ഇല്ലാണ്ടാവും. സന്തോഷിന്റെ കല്യാണം കഴിച്ചേ പറ്റൂന്നാവും. അല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല സഞ്ജന. സംഭവിക്കും ഏട്ടാ. ആ, ഒരു കാര്യം ചെയ്താലോ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാ ഇത്രയും കാലമായിട്ട് നീ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ച് എല്ലാരും നിന്നെ കുറ്റപ്പെടുത്തില്ലേ? അതുമാത്രമല്ല, രാജേശ്വരി ആന്റിയുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന് മാനക്കേടാവും. ഇന്നത്തെ കാര്യം നടക്കേണ്ടുന്ന പോലെയൊക്കെ നടക്കട്ടെ, പിന്നെ അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാന്നേ. പറ്റുമോ ഏട്ടാ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്ത് ചെയ്താൽ എങ്ങനെ മാറി മറിയൂന്ന് മനസ്സിലാകെ ഒരു വെപ്രാളം. ഡോണ്ട് വറി സഞ്ജന, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തൽക്കാലം നീ അവിടെ പോയി മിണ്ടാതെ നിന്നാ മാത്രം മതി. അങ്ങനെ കാര്യങ്ങള് നിശ്ചയം ഉറപ്പിക്കുന്നിടം വരെ എത്തിയത് തന്നെ വലിയ കാര്യം. ഇനി ഒരു നല്ല തീയതിയും കൂടെ നോക്കി മുഹൂർത്തം ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ കടമ തീർന്നുവല്ലോ. അത് 100% ശരിയാ. ഇത്രയും കാലം ചുമന്നുകൊണ്ടിരുന്ന വലിയൊരു ഭാരമാണ് ഇപ്പൊ ഞാൻ ഈ കല്യാണത്തോടെ ഇറക്കി വെക്കാൻ ആന്റി പോകുന്നത്. മാമ, കല്യാണ പെണ്ണിനെ വിളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ അങ്ങോട്ട് തീർക്കായിരുന്നു. ആയിക്കോട്ടെ തിരുമേനി. ഹർഷിണി സഞ്ജനയെ വിളിച്ചിട്ട് വരും. ദാ ഇപ്പൊ വിളിക്കാം മമ്മി. സഞ്ജനെ, എല്ലാവരും ഇവിടെ നിന്നെ കാത്തിരിക്കുക. വന്നേ. വാ മോളെ, ഇരിക്കും മോളെ. മിഥുൻ അവാർഡ് കിട്ടിയ ശുഭവേളയിൽ സഞ്ജനയുടെ കല്യാണം കൂടി നിശ്ചയിക്കുന്നത് എനിക്കിപ്പോ ഇരട്ടി മധുരം കിട്ടിയ പോലെ. ഒരു മംഗളകർമ്മ നടക്കുമ്പോ ഇന്ന് വരെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മിഥുൻ ഇല്ലാത്തത്. ഇതിപ്പോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. ഇനി ഇതിന്റെ പേരിൽ എത്ര ഫംഗ്ഷൻസാ കിടക്കുന്നേ? അപ്പൊ എല്ലാം മിഥുൻ തന്നെ മുമ്പിൽ നിന്ന് നടത്തട്ടെ. അതും ശരിയാണ് രാജേശ്വരി. നിശ്ചയപത്രം ഞാൻ വായിക്കാം, കേട്ടോളൂ. നേരം വെളുക്കുന്നതിന് മുന്നേ മഞ്ജരി എവിടെ പോയതാ? ഇത്രയും നേരമായിട്ട് മഞ്ജരിയെ കാണുന്നുമില്ല. ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അവൾ എവിടേക്ക് പോയതായിരിക്കും? മിഥുനേട്ടനാണെങ്കിൽ ഇന്നലെ അടിച്ച് വീലായിരുന്നു. ഇപ്പം മിഥുനേട്ടന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് പോയി നോക്കിയേക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ ഈശ്വര. Yes? I think your husband is in danger. You must put all your efforts and save him.
ഇവരെന്തു പറഞ്ഞാലും നടക്കുന്ന പറയാറ്. കുരുവി നിന്നെ. മിഥുൻ സാർ എവിടെ പോയതാന്നറിയോ? ഞാൻ കണ്ടില്ലല്ലോ മേഘ മാഡം. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഹോട്ടൽ ഉണ്ടാവും കരുതിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. മിഥുൻ സാറും മഞ്ജരി മാഡം എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടുപേരുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. എന്ത് പറ്റിക്കാണെന്ന് എനിക്ക് പേടിയാവുന്നു. മേഘനന്ദ മാഡം, മാഡം അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെവിടെ പോവാനാ? എവിടെ പോയാലും അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. കുരുവിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പൊട്ടനോട് മിഥുനേട്ടന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? കഷ്ടമുണ്ട്. മേഘനത്തെ ഇങ്ങോട്ട് കൂട്ടേണ്ടതായിരുന്നു. അവളോടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്ത് നന്നായിരുന്നെന്ന്? കഞ്ഞിയിൽ വീണ ഈച്ചയെ പോലെ ഏത് നേരം നമുക്ക് രണ്ടുപേർക്കിടയിൽ അവൾ ഉണ്ടാവും. അവളാ നമ്മളെ തമ്മിൽ പിരിക്കുന്നത്. പാവം, ഇത്രയും ദൂരം വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ അത് മിസ് ചെയ്യുന്നു പറഞ്ഞാൽ അത് അതിന് വല്ലാത്ത വിഷമാവും. വിഷമിക്കട്ടെ മിഥുൻ. അതിന് മിഥുൻ എന്തിനാ സങ്കടപ്പെടാൻ നിൽക്കുന്നേ? ദേ മിഥുൻ, ടർക്കിയിലേക്ക് വന്നതിന് ശേഷം നമുക്കൊന്നിച്ചൊരല്പം പോലും സമയം കിട്ടിയിട്ടില്ല. നിന്റെ കൂടെ മാത്രം വരാനാ ഞാൻ ആഗ്രഹിച്ചെ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. എനിക്ക് പ്രൈവസി വേണം മിഥുൻ. നമ്മുടെ സംസാരത്തിനിടയ്ക്ക് ആ മേഘനന്ദ വരാൻ പാടില്ല. നമ്മൾ എവിടെയാണെന്ന് പോലും അവൾ അറിയാനും പാടില്ല. അതുകൊണ്ടാ നിന്റെയും എന്റെയും ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തത്. വാട്ട് ഈസ് ദിസ് മഞ്ജരി? നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ? പ്ലീസ് നിതുൻ, കുറച്ചു നേരം എനിക്ക് നിന്നെ വേണം. വാ വാ. മിഥുൻ, ഇവിടെ അടുത്തൊരു പാരസൈലിംഗ് ഉണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആണെന്ന് പറഞ്ഞേ. അഡ്വഞ്ചറസ് ഫ്ലൈയിങ്. നമുക്ക് അവിടേക്ക് പോണം മിഥുൻ. എന്തു പറയുന്നു? ആയിക്കോട്ടെ മഞ്ജരി. അപ്പൊ മിഥുനേട്ടനും മഞ്ജരിയും പാരസൈലിങ്ങിന് പോയിരിക്കാണോ? കുരുവി ഗോപി, ഇവിടെ അടുത്ത് എവിടെയാ പാരസൈലിംഗ് നടക്കുന്നത്? ആ ബീച്ച് എവിടെയാന്ന് എനിക്കറിയാം മാഡം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്തിനാ മാഡം? മിഥുൻ സാറും മഞ്ജരിയും അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടെന്ന് ആരാ മാഡത്തിനോട് പറഞ്ഞേ? എനിക്കതൊക്കെ അറിയാം കുരുവി. എന്നെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആ കൊണ്ടുപോകാം. മാഡം, ഓക്കെ ധൃതി വെക്കാതെ ഞാൻ കൊണ്ടുപോവാന്നേ. വാ. ഭാർഗവ പണിക്കരും ബീച്ചിൽ കണ്ട മദാമയും പറഞ്ഞതുപോലെ മിഥുനേട്ടന് വലിയൊരു അപകടം വരാൻ പോകുന്നത്. സമയത്ത് ഞാനിവിടെ എത്തിയില്ലെങ്കിൽ ഏട്ടനെ രക്ഷിക്കാനാവില്ല. കുരുവി ഗോപി, ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം മാഡം. വണ്ടി ഉണ്ടോടെ എത്തണ്ടേ? നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാലോ. ഓക്കെ ബോസ്. കടൽക്കാറ്റിൽ അവന്റെ ജീവനും അങ്ങ് അലിഞ്ഞു ചേരണം. യെസ് ബോസ്. ശരി, കഴിഞ്ഞിട്ട് വിളിച്ചാ മതി.
നീ താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഈ എൻഗേജ്മെന്റ് റിംഗ് നിന്നെ കൊണ്ട് എന്റെ വിരലിൽ അണിയിക്കണം. മിഥുൻ, മിഥുൻ, മിഥുൻ സാറേ, മിഥുൻ, ഓ മൈ ഗോഡ്. അയ്യോ മിഥുൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യ. മിഥുൻ സാർ, മിഥുൻ സാർ, മിഥുൻ സാർ, മിഥുൻ സാർ, മിഥുൻ സാർ, സാർ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല മേഘനന്ദ. അതെങ്ങനെ പെട്ടെന്ന് പാരച്യൂട്ടിന്റെ നിയന്ത്രണം പോയെന്നറിയില്ല. എനിക്കറിയാം മിഥുനേട്ടാ, മിഥുനേട്ടന്റെ ജാതകത്തിലെ മറ്റൊരു അപകടമായത്. അതിരിക്കട്ടെ, താനെങ്ങനെ ഇവിടെ എത്തിയേ? അതൊക്കെ പിന്നീട് പറയാം മിഥുൻ സാർ. മിഥുൻ, കുഴപ്പമൊന്നുമില്ലല്ലോ? വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല മഞ്ജരി. കൃത്യസമയത്ത് മേഘനന്ദ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ കടലിൽ കിടന്നേനെ. താങ്ക് യു മേഘനന്ദ.